അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തൻ്റെ പൊന്നുമക്കളെ ഒരുക്കി കുളിപ്പിച്ച് അവരെ സ്കൂളിലേക്ക് അയച്ച് വളരെ സന്തോഷത്തോടു കൂടി ആ മക്കളെ യാത്രയാക്കി പൊന്നുമ്മ 35 വർഷം പ്രായമുള്ള റുക്കിയ എന്ന് പറയുന്ന ഈ സഹോദരി, ഇവർ സൗദിയിലാണ് കഴിയുന്നത്. കുടുംബം ഒന്നിച്ചിട്ട് തൻ്റെ ഭർത്താവിനെല്ലാം സ്നേഹത്തിൽ ഒരുക്കി അയച്ച ഈ സഹോദരി ആ പൊന്നുമക്കളെ തിരിച്ച് വളരെ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് ഉമ്മയൊന്നു അങ്ങനെ മക്കൾ വീട്ടിലേക്ക് സ്കൂൾ വിട്ട് മദ്രസ വിട്ട് വരുമ്പോൾ അവർക്കൊരു ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ അവർ വീട്ടിലേക്ക് ഓടി വന്ന് ഉമ്മയൊന്ന് തൊക്കിപ്പിടിച്ച് ഉമ്മയോട് ഒരുപാട് വിശേഷങ്ങൾ അവർക്ക് പറയാനുണ്ടാവും. അങ്ങനെ ഒരുപാട് വിശേഷങ്ങളും പറയാൻ വേണ്ടി ഓടിയെത്തിയ പൊന്നുമക്കൾ വീട്ടിൻ്റെ ഉള്ളിൽ കാണുന്നത് തൻ്റെ പൊന്നുമ്മ രാവിലെ കുളിച്ച് ഒരുക്കി സ്കൂളിലേക്ക് അയച്ച പൊന്നുമ്മ മയ്യത്തായി കിടക്കുന്ന ഒരവസ്ഥയാണ്. എങ്ങനെ സഹിക്കാൻ പറ്റും? എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത്തരത്തിലുള്ള മരണം വല്ലാത്ത വേദനിപ്പിക്കുന്നതാണ്. കോഴിക്കോടിലെ ഒരു സഹോദരിയാണ്. ഈ ഒരു മരണം, ഒരു മനുഷ്യൻ്റെ അവസ്ഥ ഇത്രയേ ഉള്ളൂ. നാം ഇന്നും മരണത്തിന് ഒരുങ്ങിയിരിക്കണമെന്നുള്ളതിനൊരു ഉദാഹരണയാണ് ഇത്തരത്തിലുള്ള മരണം. ഇത്തരത്തിലുള്ള മരണം കേൾക്കുമ്പോൾ വലിയ സങ്കടമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ആ സഹോദരിക്ക് അല്ലാഹു പൊരുത്തു കൊടുക്കട്ടെ, ഖബർ അല്ലാഹു വിശാലമാക്കട്ടെ. ആ പൊന്നുമക്കൾ നാട്ടിലേക്ക് വരുന്ന ഒരവസ്ഥയിലാണ്. വലിയ സങ്കടത്തിനാണ് കുടുംബമാകെ. തൻ്റെ മക്കൾക്ക് ഏറ്റവും വലുതാണ് പൊന്നുമ്മ. ചെറുപ്രായത്തിൽ ഉമ്മയുടെ സാന്നിധ്യമില്ലാതെ ഒരു നിമിഷം, നാം ഇത്ര വലിയ ആയിട്ട് പോലും നമുക്ക് വീട്ടിലേക്ക് എത്തിയപ്പോൾ ആദ്യം ചോദിക്കേണ്ടത് ഉമ്മയാണ്. ഉമ്മ ഉണ്ടെങ്കിൽ നമുക്കും ഒരു സന്തോഷം. നമുക്ക് മക്കളുണ്ട്, നാം കല്യാണം കഴിഞ്ഞു, എന്നിട്ടും ഉമ്മ ഇല്ലെങ്കിൽ ആ വീട്ടിൽ നമുക്ക് സന്തോഷമില്ല. എന്നാൽ ഈ മക്കൾക്ക് ഈ ഉമ്മ ഇല്ലെങ്കിൽ ആ മക്കളുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ. ആ ഉമ്മക്കറിയോ, രാവിലെ ഈ മക്കളെ ഇങ്ങനെ ഒരുക്കി സ്കൂളിലേക്ക് അയക്കുമ്പോൾ ഇനി രാത്രി എൻ്റെ മക്കൾ വരുമ്പോൾ ഉമ്മയില്ലാത്ത മക്കളായി എൻ്റെ മക്കൾ മാറും. ഞാൻ ഇന്ന് രാത്രി പള്ളിക്കാട്ടിൽ കിടക്കേണ്ടി വരും. ഒന്നും അറിയില്ല. ഞാൻ മരിക്കുന്നതിൻ്റെ സെക്കൻഡുകൾക്ക് മുമ്പ് പോലും അറിയില്ല ഞാൻ ഇനി മരിക്കാൻ പോവുകയാണ്. അടുത്ത സെക്കൻഡിൽ അസ്രായിൽ വന്ന് എൻ്റെ റൂഹ് പിടിക്കുമെന്ന് ഒരാൾക്കും അറിയില്ല. നല്ല ആരോഗ്യമുള്ള ഉമ്മ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്ര മരണങ്ങളാണ്. മരണപ്പെട്ടവരെല്ലാം നല്ല ആരോഗ്യമുള്ളവരാണ്, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാർ. അതുപോലെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി വീട്ടിൽ വന്ന് കുഴഞ്ഞു വീണ് മരണപ്പെട്ടു. ഈ ഉമ്മ അങ്ങനെ തന്നെയാണ്, കുഴഞ്ഞു വീണ് ഈ സഹോദരൻ മരണപ്പെട്ടു പോയി. എത്രയാളാണ് ആ മക്കൾക്ക് അല്ലാഹു ഈ ഒരു പരീക്ഷണം താങ്ങാനുള്ള ശേഷി. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനും അതുപോലെ ചെറിയൊരു മകനും. യാ അല്ലാഹ്, ആ മക്കള് ഒന്നും ഊഹിച്ചിട്ട് പോലും വിചാരിക്കില്ല. കാരണം വീട്ടിൽ വന്ന് ഉമ്മയെ കൂടെ അല്ലേ, അവർക്ക് ഉമ്മയെ തൂക്കിപ്പിടിച്ച് കിടന്നില്ലെങ്കിൽ ഉറക്കം വരില്ല ആ മക്കൾക്കൊക്കെ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ മക്കൾ അല്ലാഹു കാക്കട്ടെ. അതുപോലെ നമ്മുടെ ഭാര്യമാർക്ക് അല്ലാഹു ആഫിയത്തുള്ള ആരോഗ്യം, ദീർഘായുസ്സ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇത്തരത്തിലുള്ള അവസ്ഥ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒന്ന് ആലോചിക്കുമ്പോഴാണ് അതിൻ്റെ ആഴമേറിയ ദുഃഖവും ആ കുടുംബത്തിൻ്റെ കണ്ണീര് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഈ ഒരു മരണം നമ്മെ വിളിച്ചോതുന്നത് കാരണം എന്നും മരണത്തിലേക്ക് ഒരുങ്ങിയിരിക്കുക. നമ്മുടെ ചെറുപ്പൻ്റെ നമ്മുടെ കാലിലേക്ക് എത്രോളം അടുത്തിട്ടുണ്ടോ അത്രത്തോളം മരണം അടുത്തിരിക്കുകയാണ്. മരിക്കുന്നതിൻ്റെ സെക്കൻഡുകൾക്ക് മുന്നേ പോലും നമുക്കറിയില്ല അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കുമെന്ന്. ഒന്നും അറിയില്ല, ഒരു മനുഷ്യനൊന്നും അറിയില്ല. അതുകൊണ്ടാണ് എന്നും നാം ഒരുങ്ങിയിരിക്കണം. ഇസ്തിഗ്ഫാർ പറഞ്ഞ് ഇനി വരാൻ പോകുന്നത് പരിശുദ്ധമായ ദുൽഹിജ്ജ. ഇന്ന് മാസപ്പിറവി കണ്ടാൽ ദുൽഹിജ്ജയുടെ ആദ്യ രാത്രി നമ്മളെ കടന്നു വരികയാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ചെയ്യുന്ന കൂട്ടത്തിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങളാണ്, രാത്രികളാണ് വരുന്നത്. അതുകൊണ്ട് ഈ വരുന്ന ദിവസങ്ങളിൽ, ദുൽഹിജ്ജൻ്റെ ദിവസങ്ങൾ ആയിരിക്കെങ്കിൽ അമൽ ചെയ്യാൻ അള്ളാഹു ഒരാൾക്ക് അവസരം നഷ്ടപ്പെടുത്തി എന്ന് വെച്ചാൽ അവനിക്ക് വലിയ നാശമാണ് എന്ന് പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞതായി നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഇസ്തിഗ്ഫാറുകളെ കൊണ്ട്, ദുആകളെ കൊണ്ട് നാം അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുക. കാരണം മരണം ഒരു നീക്കം ചെയ്യൽ മാത്രമാണ്, നല്ലൊരു ജീവിതത്തിൻ്റെ ഒരു തുടക്കമാണ്. കാരണം കുല്ലു നഫ്സുൻ ദാഇഖത്തുൽ മൗത്ത്, കുല്ലു നഫ്സിൻ, എല്ലാ ആത്മാവും ദാഇഖത്തുൽ മൗത്ത്, മരണത്തെ ആസ്വദിക്കുമെന്നാണ്. ചില ആളുകൾ ആസ്വദിച്ചു കൊണ്ടാണ് മരണപ്പെട്ടു പോകുന്നത്. മരണം ആസ്വദിച്ചു കൊണ്ട് മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പുഞ്ചിരിച്ചു കൊണ്ട് മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു
യതീമീങ്ങളും നമ്മുടെ ഭാര്യമാർ അല്ലാഹു വിധവകളാക്കാതിരിക്കട്ടെ. അതുപോലെ എത്ര നമ്മുടെ ഉമ്മാക്ക് പകരം ഇനി മറ്റൊരാളും ആ സ്നേഹം നൽകാൻ ഒരിക്കലും സാധ്യമല്ല. ആ പൊന്നു മക്കൾക്ക് ആ ഉമ്മയുടെ ആ ഒരു ദുഃഖം സഹിക്കാനും അതിന് പകരമായി നല്ലൊരു ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നും എപ്പോഴും ഏത് സമയം എന്ത് സംഭവിക്കണം, ഫുജഅത്തുൽ മൗത്ത്, പെട്ടെന്നുള്ള മരണം വർദ്ധിച്ച കാലഘട്ടത്തിനാണ്. പെട്ടെന്നാണ് ചെറുപ്പക്കാർ എത്ര അടുത്താണ് ഈ അടുത്ത് അല്ലെ തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് എന്തൊരു മരണമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. ഒന്നിച്ചിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരിക്കുന്നു. രാത്രി പകൽ ഞാൻ വിദേശത്തിരിക്കുമ്പോൾ പകൽ സംസാരിച്ച് പോയതാണ്, അത്യാവശ്യത്തിന് കാര്യത്തിന് പോയി. രാത്രി വന്ന് ഞാൻ അയാളെക്കുറിച്ച് ചോദിക്കുമ്പോൾ മരണപ്പെട്ട് കഴിഞ്ഞു, മയ്യത്ത് കൊണ്ട് ഖബറിൽ എത്തിച്ചു കഴിഞ്ഞു എന്നാ. സുബ്ഹാനല്ലാഹ്. പകൽ കണ്ട ആ വ്യക്തിയെ വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ വ്യക്തിയില്ല. അവിടെ വിദേശത്ത് അങ്ങനെയാണ്, പെട്ടെന്നാണ് മറമാടുക ചെയ്യുക ഇത്തരത്തിലുള്ള കർമ്മങ്ങളൊക്കെ. തിരിച്ചു വരുമ്പോൾ അയാളെ കാണാനില്ല. വല്ലാത്ത സങ്കടമായി. സുബഹിക്ക് വളരെ സന്തോഷത്തിൽ സംസാരിച്ച ഒരു മനുഷ്യൻ രാത്രിയാകുമ്പോഴേക്കും ഇല്ലാതെയാകുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നല്ല മരണം, നല്ല ജീവിതം, മരിക്കുന്ന നേരം ഈമാനോടുകൂടിയുള്ള മരണം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.